മന്ത്രിമാരുടെയും എം.എൽ.എമാരുടെയും ശമ്പളം വർദ്ധിപ്പിക്കാനുള്ള നീക്കം തുടങ്ങി. ഇതിനായി ബിൽ കൊണ്ടുവരാനാണ് ആലോചന. ശമ്പളം 50% വർദ്ധിക്കുന്ന തരത്തിൽ ബില്ലിന്റെ കരട് തയ്യാറാക്കാനാണ് ആലോചന. ജൂണിൽ നടക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കാനാണ് സാധ്യത. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും 97,429 രൂപയാണ് അലവൻസും ശമ്പളവും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ചേർന്ന നിയമസഭാ സമ്മേളനത്തിൽ ശമ്പളം വർദ്ധിപ്പിക്കുന്നതിനു ബിൽ അവതരിപ്പിക്കാൻ ആലോചിച്ചിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന ആശങ്ക മൂലം മാറ്റിവെച്ചതായാണ് പറയപ്പെടുന്നത്. 2018-ലാണ് മന്ത്രിമാരുടെയും എം.എൽ.എമാരുടെയും ശമ്പളം കൂട്ടിയത്. മന്ത്രിമാരുടെ ശമ്പളം 55,012 രൂപയിൽ നിന്ന് 97,429 രൂപയാക്കി. എം.എൽ.എമാരുടെ ശമ്പളവും അലവൻസും 39,500 രൂപയിൽ നിന്ന് 70,000 രൂപയാക്കി. മന്ത്രിമാർക്ക് ശമ്പളത്തിനു പുറമെ കിലോമീറ്റർ അടിസ്ഥാനത്തിൽ പരിധിയില്ലാതെ യാത്രാഭത്ത ലഭിക്കും. മന്ത്രിമാർക്ക് വാഹനവും വസതിയും സ്റ്റാഫ് അംഗങ്ങളും ഉണ്ടാകും. തിരുവനന്തപുരത്തിനു പുറത്ത് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസുകൾ താമസിക്കാം. മന്ത്രിമാർക്കും നിയമസഭാംഗങ്ങൾക്കും വീട് നിർമ്മിക്കുന്നതിനും വാഹനം വാങ്ങുന്നതിനും പലിശരഹിത വായ്പ ലഭിക്കും. രോഗം വന്നാൽ വിദേശത്തുൾപ്പെടെ ചികിത്സിക്കുന്നതിനുള്ള ചെലവ് സർക്കാർ വഹിക്കും. ഇതിനു പരിധിയില്ല. ജീവിത പങ്കാളിക്കും ചികിത്സാ ചെലവ് ലഭിക്കും. മുൻ നിയമസഭാ അംഗങ്ങൾക്കും ചികിത്സാ ചെലവിന് അർഹതയുണ്ട്. കാലാവധി കഴിഞ്ഞ നിയമസഭാംഗങ്ങൾക്ക് പെൻഷൻ ലഭിക്കും.